വയനാട്ടിൽ ഏറ്റവും കൂടുതൽ ജലക്ഷാമം നേരിടുന്ന ഒരു പഞ്ചായത്താണ് മുള്ളൻകൊല്ലി. ഈ കഴിഞ്ഞ വേനലിൽ ഈ മുള്ളൻകൊല്ലിയിലെ കുഴൽക്കിണറുകളടക്കം വറ്റി ആളുകൾ താമസമൊഴിഞ്ഞു പോകുന്ന വാർത്തയൊക്കെ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭേദപ്പെട്ട രീതിയിൽ മഴ ലഭിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും വേനൽക്കാലത്ത് സ്ഥിതി വളരെ മോശമാകും. അത് കണക്കിലെടുത്താണ് കൃഷിവകുപ്പ് മുൻകൈയെടുത്ത് ഈ മഴവെള്ളം സംഭരിക്കാനും അതുപോലെ കുഴൽക്കിണറുകൾ റീചാർജ് ചെയ്യാനൊക്കെ പദ്ധതി തയ്യാറാക്കുന്നത്. മുള്ളൻകൊല്ലി കൃഷി ഓഫീസർ സുമനയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തൊക്കെ പദ്ധതികളായി മഴവെള്ളവുമായി ബന്ധപ്പെട്ട് ആവിഷ്കരിക്കുന്നത്? ഇപ്പം സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ പദ്ധതി പ്രകാരം നമ്മൾ ഈ വാട്ടർ ഹാർവെസ്റ്റിംഗ് സ്ട്രക്ചർ എന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു കഴിഞ്ഞ 2-3 വർഷങ്ങളിലായിട്ട് ചെയ്തു വന്നിരിക്കുന്ന കുളങ്ങളിൽ ഈ മഴക്കാലത്ത് വെള്ളം സംഭരിക്കുകയും അത് പിന്നീട് നമുക്ക് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ പോളി ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് കവർ ചെയ്യുന്ന തരത്തിൽ കരയിൽ തന്നെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചറുകളാണ് ഇപ്പോൾ ചെയ്യുന്നത്. കഴിഞ്ഞ വേനൽക്കാലത്തൊക്കെ വെള്ളം വറ്റിയിരുന്നു കുളത്തിലൊക്കെ. അപ്പോൾ പിന്നെ നമുക്കിതിപ്പോൾ താഴോട്ടിപ്പോൾ വാഴയോ ബാക്കി സാധനങ്ങളൊക്കെ നനയ്ക്കാൻ പുതിയ സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ വേനൽക്കാലത്ത് എങ്ങനെയാണെങ്കിലും വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ ഒരു 4 ലക്ഷം ലിറ്ററിന് മുകളിൽ വെള്ളം കൊള്ളുന്ന ഒരു ഫോണ്ടാണ്. അപ്പോൾ ഇത് വേനൽക്കാലത്ത് എന്താണേലും ഉപകാരപ്പെടും. ഇതിപ്പോൾ ഇതിൻ്റെ പ്രോസസ്സൊക്കെ വളരെ എളുപ്പത്തിൽ നടന്നു. ഇതിൻ്റെ സബ്സിഡി കാര്യങ്ങൾ നടത്തി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു കിട്ടി. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പിന്നെ ഇത് നനയ്ക്കാൻ മാത്രമാണ് എടുക്കുന്നത്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു 2-3 കുഴൽക്കിണറുകളില്ലാത്ത സ്ഥലങ്ങളില്ല. ഓരോ വീടുകളിലും തന്നെ ഒരുപാട് കുഴൽക്കിണറുണ്ട്. അതിന് പഞ്ചായത്ത് ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അത് റീചാർജിങ്, ഈ മഴവെള്ളം ബോർവെല്ലിന് റീചാർജ് ചെയ്യുന്ന സംവിധാനം, അത് ഇറിഗേഷൻ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2-3 സ്ട്രക്ചറുകൾ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ വർഷത്തെ പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടും ഇത്തരത്തിലുള്ള റീചാർജിങ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഒരു 100-150 അടിക്കൊക്കെ നമുക്ക് ബോർവെല്ലിൽ വെള്ളം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് 200-ൻ്റെ 250-ൻ്റെ മേലോട്ടായി മാറിക്കഴിഞ്ഞു. അതുകൂടാതെ ഇപ്പം 350-ഉം അതിൻ്റെ അപ്പവും പോയി. ഇപ്പോൾ 500 അടിച്ചിട്ടും വെള്ളം കിട്ടാത്ത സ്ഥിതിയിലോട്ട് പോകുന്നു. ആദ്യ കാലഘട്ടങ്ങളിലുണ്ടായിരുന്ന ബോർവെല്ലുകളെല്ലാം തന്നെ ഇപ്പോൾ വെള്ളമില്ലാത്തൊരവസ്ഥയിൽ കിടക്കുന്നു. അപ്പോൾ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ അവർ സ്വാഭാവികമായിട്ടും കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. നമുക്ക് ഒന്നാമതേ പുൽപ്പള്ളി അല്ലെങ്കിൽ മുള്ളൻകൊല്ലി എന്ന പ്രദേശം ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കുറഞ്ഞ മഴ പെയ്യുന്ന ഒരു പ്രദേശങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഈ തരത്തിലുള്ള ഈ ബോർവെൽ റീചാർജിങ്ങിലൂടെ മാത്രമേ നമുക്കിനി ആ അടിയിലത്തെ ആ ഒരു സ്റ്റോറേജ് നമുക്ക് നിറച്ചെടുക്കാനായിട്ട് ഇനി സാധിക്കൂ എന്നുള്ള കാര്യം. എന്തായാലും ഈ മുള്ളൻകൊല്ലിയുടെ വരൾച്ച പരിഹരിക്കാൻ കുറച്ചൊക്കെ ഈ മഴവെള്ള സംഭരണം കൊണ്ട് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതരും കൃഷിവകുപ്പും ഒക്കെ ഉള്ളത്. കർഷകരും അതിനോട് വളരെ അനുകൂലമായാണ് പ്രതികരിക്കുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.